Good morning, all. Good morning. Good morning. Good morning. Good morning, Miss. Good morning, Miss. കഴിഞ്ഞ ദിവസം എടുത്തത് എല്ലാവരും നോക്കിയോ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ. ഡൗട്ട്സ് വല്ലതുണ്ടോ? സൗണ്ട് ക്ലിയർ അല്ല. ക്ലിയർ ആണോ സൗണ്ട്? ഓക്കെ. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? എന്താണ് നമ്മ പറഞ്ഞത് കഴിഞ്ഞ ദിവസം? ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇറ ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു അല്ലെ? ഏർലി ഇറയിൽ എങ്ങനെയായിരുന്നു ഹോസ്പിറ്റല്? റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ് ആയിരുന്നു അല്ലെ? മതപരമായ ആചാരങ്ങളും ചടങ്ങുകളുമായിരുന്നു അല്ലെ ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിച്ചിരുന്നത്. അവര് സൗണ്ട് ഇല്ല, കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? Yes, Miss. Yes, ma'am. ഓക്കെ. ആർക്കാ ക്ലിയർ ആവാത്ത? റേഞ്ച് ഇഷ്യൂസ്, നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. പിന്നെ ഡോക്ടേഴ്സ് ഓർ ഫിസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു പ്രാചീന കാലഘട്ടത്തില്? ഏർലി സ്റ്റേജിൽ ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു അല്ലെ? പ്രീസ്റ്റ് ആയിരുന്നു. ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്തിരുന്നത് എവിടെയായിരുന്നു? ഹോസ്പിറ്റലായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് എവിടെ വെച്ചായിരുന്നു? ടെമ്പിൾസിൽ വെച്ചായിരുന്നു അല്ലെ? ഓക്കെ. എന്താണ് ഫസ്റ്റ് നമ്മ അതിൽ പറഞ്ഞിരിക്കുന്നത്? ഏർലി ഇറയിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽ അല്ലെ? മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ് അവിടെ എങ്ങനെയായിരുന്നു? ഡോക്ടേഴ്സ് ആരുടെ റൂൾ അനുസരിച്ചായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്? ആരുടെ കോഡ്? റൂൾ അനുസരിച്ച് ഹുമുറാബി കോഡ് അല്ലെ? ഓക്കെ. ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ, റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ എവിടെയായിരുന്നു? എവിടെ നിന്നാണ് വന്നത്? ഏത് രാജ്യത്ത് നിന്നായിരുന്നു? ബാബിലോണിയയിലെ സുമർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഗ്രീക്ക് ഹോസ്പിറ്റൽ അല്ലെ? ഫാദർ ഓഫ് മെഡിസിൻ ആരാണ്? ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? മന്ത്രവാദത്തിനെയും റിലീജിയസ് മതപരമായ ആചാരങ്ങളെയും ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലെ ചികിത്സകൾ കൊടുത്തിരുന്നത് പേഷ്യൻസിന്. ഓക്കെ. നെക്സ്റ്റ് റോമൻ ഹോസ്പിറ്റൽസ്. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ഏത് കാലത്താണ്? റോമൻ ഹോസ്പിറ്റൽസിന്റെ റോമൻ കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുത്തത് അല്ലെ? പിന്നെ അവര് നിർമ്മിച്ച ഹോസ്പിറ്റൽസ് ഏതൊക്കെയായിരുന്നു? സ്ലേവ് ഹോസ്പിറ്റൽസും മിലിറ്ററി ഹോസ്പിറ്റൽസ് അല്ലെ? നെക്സ്റ്റ് അറബിക് ഹോസ്പിറ്റൽസ്. അറബിക് ഹോസ്പിറ്റൽസ് എന്താണ്? ഈ മിലിറ്ററി ഹോസ്പിറ്റൽസിനേലും ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിനേലും കുറച്ചുകൂടി അഡ്വാൻസ് ആയിരുന്നു അല്ലെ? അപ്പൊ ഈ മിലിറ്ററി ഹോസ്പിറ്റൽസിനേലും സ്ലേവ് ഹോസ്പിറ്റൽസിനേലും
നമ്പറിലും ഓർഗനൈസേഷൻ സ്ട്രക്ചറിലും പിന്നെ എന്താണ് മികവിലൊക്കെ എക്സലൻസിലൊക്കെ കുറച്ചുകൂടി ഉയർന്നു നിന്നിരുന്ന ഹോസ്പിറ്റൽ ആയിരുന്നു അറബിക് ഹോസ്പിറ്റൽ. നെക്സ്റ്റ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. നമ്മുടെ ചരിത്രപരമായ റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാല് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വന്നത് എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായ ഒരു ഹോസ്പിറ്റലിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ വന്നത് 600 BC-യിലാണ്. ഓക്കെ. മോഡേൺ ഹോസ്പിറ്റൽ പണിതത് ആരാണ്? ഇന്ത്യയിൽ മോഡേൺ ഹോസ്പിറ്റൽ പണിതത് ആരാണ്? ആദ്യ കാലഘട്ടത്തിലാണ്. ഓക്കെ, കിങ് അശോക. പിന്നെ അശോക കൊണ്ടുവന്ന ഫോളോ ചെയ്ത ഇതുകൾ എന്തൊക്കെയായിരുന്നു? പ്രിൻസിപ്പൽസ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് സി സെക്ഷൻ ഓപ്പറേഷൻസ് അല്ലെ, സിസേറിയൻ ഓപ്പറേഷൻസ് ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? ആദ്യ കാലഘട്ടത്തിലാണ്, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അല്ലെ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരുന്നത് മിഡിൽ ഏജസിൽ അല്ലെ, എന്താണ്? മധ്യകാലഘട്ടത്തിലെ ഹോസ്പിറ്റൽസിന്റെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു? എന്താണ് മധ്യകാലഘട്ടത്തിലെ ഹിസ്റ്ററി? നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഇൻക്രീസ്മെന്റ് അല്ലെ, നമ്പേഴ്സില് ഒരുപാട് വർധനവ് സംഭവിച്ചു. എന്തുകൊണ്ടൊക്കെയാണ്? പോപ്പിന് മാർപ്പാപ്പയായിരുന്ന ഇന്നസെന്റ് III എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന സാമ്പത്തികമായി മുന്നോട്ട് നിന്നിരുന്ന ക്രിസ്ത്യൻസിനോട് എന്ത് ചെയ്തു? അവരെ ഉപദേശിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? ഹോസ്പിറ്റലുകൾ എല്ലാ പട്ടണങ്ങളിലും എല്ലാ ടൗണുകളിലും നിർമ്മിക്കാനായിട്ട് അവരെ ഉപദേശിച്ചു. പിന്നെ എന്താണ്? ക്രൂസഡേഴ്സ് ആരാണ്? കുരിശ് യുദ്ധക്കാരിൽ നിന്നുള്ള വാണിജ്യത്തില് അവർക്ക് എന്ത് പറ്റി? ഒരുപാട് വരുമാനം ലഭ്യമായി. ഓക്കെ അല്ലേ? കൂടാതെ ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് പറ്റി? ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാൻ കുരിശ് യുദ്ധക്കാരും അവിടെ ഉണ്ടായിരുന്ന ഭരണവർഗക്കാരും വർദ്ധിച്ച സമ്മർദ്ദം ചെലുത്തി. അതുമൂലം എന്ത് പറ്റി? ഒരുപാട് ഹോസ്പിറ്റൽസുകള് നിർമ്മിച്ചു, കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടം വരെയും എല്ലാവരും? കഴിഞ്ഞ ദിവസം മിസ് എടുത്തതാണ്, മിസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് സിയും ഡിയും കൂടി എടുത്തിട്ടുണ്ട് അല്ലെ മിസ്. റിനൈസൻസ് നവോത്ഥാന പീരീഡും മോഡേൺ പീരീഡും എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മിസ് എടുക്കുന്നത് ഹോസ്പിറ്റൽ ഇവല്യൂഷൻ. എന്താണ്? ഹോസ്പിറ്റലുകളുടെ പരിണാമം. എപ്പോഴാണ്? ഇന്ത്യൻ സെനാറിയോ പ്രീ ഇൻഡിപെൻഡൻസ്. എന്താണ് ഇൻഡിപെൻഡൻസ്? സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സാഹചര്യ ഘട്ടങ്ങൾ. നെക്സ്റ്റ് നോക്കിയേ, പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു സിക്ക് വാസ് കൺസിഡേർഡ് ആസ് പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. ഏർലി റൂളേഴ്സ് എന്താണ് വിചാരിച്ചിരുന്നത്? ആദ്യകാല ഭരണാധികാരികള് എന്താണ്? രോഗബാധിതരായവർക്ക് സ്ഥാപനപരമായ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർസ് നൽകുന്ന എന്താണ്? ആത്മീയവും താൽക്കാലികമായിട്ടാണ്. എന്താണ്? പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. എന്താണ്? താൽക്കാലികവും ആത്മീയമായിട്ടാണ് ചിന്തിച്ചിരുന്നത്. നമ്മ പറഞ്ഞില്ലേ ഏർലി സ്റ്റേജിലെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? റിലീജിയസ് ആയിരുന്നു അല്ലെ, മതപരമായ ആചാരങ്ങളും സെറിമണീസും ആയിരുന്നു അല്ലേ? ആണോ? ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏർലി റൂളേഴ്സ് വിചാരിച്ചിരുന്നത് എന്താണ്? രോഗബാധിതരായ ആളുകൾക്ക്, അസുഖമുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്നത് അവർക്കൊരു താൽക്കാല ആശ്വാസത്തിനും പിന്നെ എന്താണ്? മതപരമായിട്ടുള്ളതാണെന്നാണ് ആത്മീയമായിട്ടുള്ളതാണെന്നാണ് അവിടെയുള്ള ഭരണാധികാരികള് ചിന്തിച്ചത്. ഇപ്പൊ എന്താ മെസ്സേജ് മിസ് പറഞ്ഞോണ്ടിരിക്കല് ശ്രദ്ധിച്ചില്ല. എന്താ പറഞ്ഞ? മലയാളത്തില് മിസ് ശ്രദ്ധിച്ചില്ല, ഒന്നുകൂടെ പറയോ? ഇത്രയും മലയാളം വേണ്ട. ഓക്കെ,
അതെ, മിസ് എന്താണ് ഒരുപാട് മലയാളത്തിൽ പറയുന്നത്, ചിലപ്പോ നിങ്ങളില് ഒരുപാട് ഗ്യാപ്പ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് നിങ്ങളുടെ അത്രയും ചിലപ്പോ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്രയും ഇതിൽ പറയുന്നത് കേട്ടാ. ഓക്കെ അല്ലേ? ചിലവർക്ക് ചിലപ്പോ എന്താണ് ഒരുപാട് മലയാളത്തിൽ കേട്ടാലാ മനസ്സിലാവുള്ളൂ. ചിലപ്പോ എന്താണ് ഒരുപാട് ഗ്യാപ്പുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികം. ഓക്കെ, കണ്ട മലയാളം എക്സ്പ്ലനേഷൻ വേണം, പലർക്കും വേണം നമ്മുടെ ഗ്രൂപ്പിൽ. അതുകൊണ്ടാണ് എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് മിസ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ അല്ലേ അഞ്ചു? കുഴപ്പമില്ലല്ലോ? കണ്ട മലയാളം വേണം. ഓക്കെ. Provision of institutional care to sick was considered as provisional and spiritual by early rulers. എന്താണ് നമ്മുടെ ഏർലി റൂളേഴ്സ്, ആദ്യകാല ഭരണാധികാരികളെ വിചാരിച്ചിരുന്നത് എന്താണ്? രോഗബാധിതയായ ആളുകൾക്ക്, അസുഖബാധിതരായ ആളുകൾക്ക് കെയർസ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്താണ്? താൽക്കാലികവും ആത്മീയവുമായിട്ടാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. നെക്സ്റ്റ്, അട്രയ, the first Indian physician and teacher who lived in the University of Takshashila. തക്ഷശിലയില് ജീവിച്ചിരുന്ന, തക്ഷശില കേട്ടിട്ടില്ലേ? തക്ഷശില സോഷ്യലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്ററിയിലൊക്കെ അല്ലെ? തക്ഷശിലയില് ജീവിച്ചിരുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യനും, ഇന്ത്യയിലെ ആദ്യത്തെ ഫിസിഷ്യനും പിന്നെ എന്താണ് ഒരു ടീച്ചറുമായിരുന്നു അട്രയ. ഈ അട്രയയും സുശ്രുതയും പിന്നെ ചരകയും കൂടിയിട്ടാണ് ആയുർവേദം സ്ഥാപിച്ചത്. ആരൊക്കെ ചേർന്നാണ് ആയുർവേദം സ്ഥാപിച്ചത്? ഈ അട്രയ, സുശ്രുത പിന്നെ എന്താണ് ചരക. ഇവര് 3 പേരും കൂടിയിട്ടാണ് ആയുർവേദം സ്ഥാപിച്ചത്. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ഫസ്റ്റ് ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആരായിരുന്നു? അട്രയ. ഓക്കെ. നെക്സ്റ്റ്, സുശ്രുത 6th century BC. എന്താണ് BC 6th centuryയിലെ 6ാമത്തെ നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന ആളാണ് സുശ്രുത. ചരക എന്നാണ് ജീവിച്ചിരുന്നത് 200 AD. നെക്സ്റ്റ് നോക്കിയേ, സുശ്രുതനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫാദർ ഓഫ് സർജറി. ആരാണ് ഫാദർ ഓഫ് സർജറി? സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സുശ്രുത. Okay. Ancient Indian surgeon known for his outstanding operation and techniques. ഇദ്ദേഹം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മികച്ച രീതിയിലുള്ള ഓപ്പറേഷൻസും പിന്നെ എന്താണ് ടെക്നിക്കുകളും എന്താണ് രീതികളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്ത് പറയുന്നത്? ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഹിസ് ഇൻഫ്ലുവൻഷ്യൽ ഡിസർട്ടേഷൻ സുശ്രുത സംഹിത. ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സ്വാധീനമുള്ള ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. ആര് രചിച്ചാണ് സുശ്രുത സംഹിത? അതിൽ തന്നെ ഉണ്ടല്ലേ സുശ്രുത രചിച്ചിട്ടുള്ള ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. The main origin of knowledge about surgery in ancient India. ഈ പ്രബന്ധത്തിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പുരാതന ഇന്ത്യയിലെ, ഏൻഷ്യന്റ് ഇന്ത്യയിലെ ശസ്ത്രക്രിയ അറിവുകളുടെ ഒരു ഉത്ഭവത്തിനുള്ള, അതായത് ശസ്ത്രക്രിയയെ കുറിച്ച് അറിവുകൾ നൽകുന്ന ഒരു പ്രബന്ധമാണ് ഈ സുശ്രുത സംഹിത. ഓക്കെ അല്ലേ? ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത് ഈ സുശ്രുതയാണ്. പിന്നെ എന്താണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത് ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്? മികച്ച രീതിയിലുള്ള ഓപ്പറേഷൻസും പിന്നെ എന്താണ് അതിനുള്ള ടെക്നിക്സുകളും ആരാണ് കൊണ്ടുവന്നത്? ഏൻഷ്യന്റ് ഇന്ത്യയില്, പുരാതന ഇന്ത്യയില് കൊണ്ടുവന്നത് ആരാണ്?
ഈ ശുശ്രുതയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. ഇദ്ദേഹം രചിച്ചിട്ടുള്ള എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രബന്ധമാണ് ശുശ്രുത സംഹിത. ഈ ശുശ്രുത സംഹിതയിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ശസ്ത്രക്രിയ അറിവുകളെ കുറിച്ച്. ഓക്കെ അല്ലത്? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഏതൊർക്കത്തിലും പറയാലോ. ആരാണ് ഫാദർ ഓഫ് സർജറി? ആരാണ് ഫസ്റ്റത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ? പറയാലോ. ഓക്കെ അല്ലേ? ശുശ്രുത സംഹിത. ഓക്കെ, പ്രബന്ധമാണ്. ശുശ്രുതൻ രചിച്ച ശസ്ത്രക്രിയയെ കുറിച്ചുള്ള ഒരു പ്രബന്ധമാണ്. ശസ്ത്രക്രിയ അറിവുകളെ കുറിച്ച്, അതിനുള്ള ടെക്നിക്സുകളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പ്രബന്ധമാണ് ശുശ്രുത സംഹിത. ഓക്കെ അല്ലേ? പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയ അറിവുകളെ കുറിച്ചുള്ള ഒരു ഉത്ഭവം അല്ലെ. നമുക്കിപ്പോ എന്തിനെ കുറിച്ച് അറിയാനായിട്ട് എന്തെങ്കിലും ബുക്കുകളാ അല്ലെങ്കിൽ എന്താണ് പ്രബന്ധങ്ങളൊക്കെ ഉണ്ടാവൂലേ? അതേപോലെ പ്രാചീന ഇന്ത്യയില്, പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയ അറിവുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രബന്ധമാണ് ശുശ്രുത സംഹിത. നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. ചരക. ചരക വാസ് വൺ ഓഫ് ദി മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ. എന്താണ്? ആയുർവേദത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരാളാണ് ചരക. മിസ് പറഞ്ഞു ചരകയും ശുശ്രുതയും അത്രയും കൂടി ചേർന്നിട്ടാണ് ആയുർവേദം സ്ഥാപിച്ചത്. അപ്പൊ ആയുർവേദത്തിന് ചരകൻ ഒരുപാട് സംഭാവനകള് ചെയ്തിട്ടുണ്ട്. എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. എന്താണ്? ആൻഷ്യന്റ് ഇന്ത്യയില്, പുരാതന ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ചികിത്സാ സമ്പ്രദായങ്ങളും എന്താണ്? ട്രീറ്റ്മെന്റിലെ സിസ്റ്റം ഓഫ് മെഡിസിൻസ്, അങ്ങനെയുള്ള ചികിത്സാ സമ്പ്രദായവും ജീവിത രീതിയുമാണ് ആയുർവേദ. ആയുർവേദ എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സാ സമ്പ്രദായങ്ങളും ലൈഫ് സ്റ്റൈലും അല്ലെ, ജീവിത രീതിയുമാണ് എന്തില് പറയുന്നത്? ആയുർവേദയില്. ആയുർവേദയിൽ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് ലഭിക്കുന്നത്? മെഡിസിനുകൾ എങ്ങനെയുള്ളതായിരിക്കും ആയുർവേദ? ഹെർബ്സുകൾ വെച്ചിട്ടായിരിക്കും അല്ലെ? ആണോ? പിന്നെന്താണ്? ഒരുപാട് ലൈഫ് സ്റ്റൈലുകൾ ഉണ്ടാവൂലേ? നാച്ചുറൽ റിലേറ്റഡ് ആയിട്ട്. പിന്നെന്താണ്? ഒരുപാട് പഥ്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? ജീവിത രീതികള്. ഇപ്പൊ എന്താണ്? നമ്മ എന്തെങ്കിലും ആയുർവേദ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ അടുത്ത് പറയില്ലേ? എന്താണ്? ഇറച്ചി മീൻ ഒഴിവാക്കുക. പിന്നെന്താണ്? കുഴമ്പ് അല്ലെ, അരിഷ്ടങ്ങൾ അല്ലെ, അങ്ങനെ ഒരുപാട് ചികിത്സ. ഇതെന്ത് പറയും? ജീവിത രീതികൾ പറയും നമ്മുടെ അടുത്ത് അല്ലെ. നമ്മ പാലിക്കേണ്ട ഒരുപാട് ലൈഫ് സ്റ്റൈലുകളെ പറ്റി പറയും അല്ലെ. അപ്പൊ എന്താണ് ആയുർവേദ എന്ന് പറഞ്ഞാൽ? എന്താണ്? പുരാതന ഇന്ത്യയില് വികസിപ്പിച്ചെടുത്ത ചികിത്സാ സമ്പ്രദായവും ജീവിത രീതിയുമാണ് അല്ലെ ആയുർവേദ. ഓക്കെ അല്ലേ? Okay. Next, he is known as the editor of medical treatises named Charaka Samhita. ഇദ്ദേഹം രചിച്ച മെഡിക്കൽ ട്രീറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഗ്രന്ഥത്തിനെയാണ് കേട്ടാ. മെഡിക്കൽ ട്രീറ്റേഴ്സ് ആണ്, ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. മറ്റേ ശുശ്രുതത്തിൽ രചിച്ച പ്രബന്ധം എന്താണ്? ശുശ്രുത സംഹിത. ചരകൻ എഡിറ്റ് ചെയ്ത എഴുതിയ ഗ്രന്ഥം ഏതാണ്? ചരക സംഹിത. ഓക്കെ അല്ലേ? വൺ ഓഫ് ദ ബേസിക് ടെസ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ, ആയുർവേദം എന്നിവയുടെ അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ രചയിതാവുമാരാണ്? ചരകനാണ്. Okay.
one of the basic tests of classical Indian medicine and ആയുർവേദ. ആയുർവേദത്തിലെ പ്രധാന ഗ്രന്ഥങ്ങൾ ലഭിച്ച് എഴുതിയതിൽ ഒരാൾ ആരാണ്? ചരകൻ. ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻസിന്റെയും ആയുർവേദത്തിന്റെയും പ്രധാന ഗ്രന്ഥങ്ങളിൽ, അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നായ ചരക സംഹിത എഴുതിയതാരാണ്? എഡിറ്റ് ചെയ്തതാരാണ്? ചരക സംഹിത. അപ്പൊ നമ്മ പറഞ്ഞു സുശ്രുത സംഹിതയിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട്? ഓപ്പറേഷൻ, സർജറിയെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ചരക സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻസിനെ കുറിച്ചും ആയുർവേദത്തെ കുറിച്ചാണ് ചരക സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആയില്ലേ? ഡിഫറെന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഇതാക്കി പഠിക്കാട്ടാ. ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിനെ കുറിച്ചും ആയുർവേദത്തെ കുറിച്ചുമാണ് ചരക സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത്. സുശ്രുത സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർജറിയെ കുറിച്ച്. ഓക്കെ അല്ലേ? ക്യാൻ ബി ട്രേസ്ഡ്. ഓക്കെ, അതിൽ അത്രേ ഉള്ളൂ. ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു. ആരൊക്കെയാണ് ആയുർവേദം സ്ഥാപിച്ചത്? ആയുർവേദം കൊണ്ടുവന്നത് ആരൊക്കെ ചേർന്നാണ്? അത്രയ, ചരക, സുശ്രുത. ഓക്കെ. നെക്സ്റ്റ്, ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ഇനി നമുക്ക് പറയാനുള്ളത് അശോകയുടെ കാലഘട്ടത്തിലും ബുദ്ധന്റെ കാലഘട്ടത്തിലും എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ, ഹോസ്പിറ്റലിന്റെ ഇതില് സംഭവിച്ചിട്ടുള്ളത്. ഡ്യൂറിങ് അശോകാസ് റിയൻ പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ നമ്മ പറഞ്ഞു. അശോക പീരീഡില് എന്തൊക്കെ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിന്റെ പ്രിൻസിപ്പിൾ ആണ്? സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ അല്ലെ. ആൻഡ് സി സെക്ഷൻ ഓപ്പറേഷൻസ് അല്ലെ പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ തന്നെയാണ് ഇതിലും വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിങ് അശോകാസ് റിജിയൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ വെയർ ഫോളോഡ് ആൻഡ് സി സെക്ഷൻ വെയർ പെർഫോംഡ്. എന്താണ്? അശോകന്റെ കാലഘട്ടത്തില് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ, ശുചിത്വ തത്വങ്ങളും പിന്നെന്താണ് വെയർ ഫോളോ ആൻഡ് സി സെക്ഷൻ വെയർ പെർഫോംഡ്, സിസേറിയൻസും പെർഫോം ചെയ്തിട്ടുണ്ട്. സിസേറിയൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അശോകന്റെ ടൈമിലാണ് സിസേറിയൻ നടത്തുകയും സിസേറിയൻ ഓപ്പറേഷൻസ് നടത്തുകയും ശുചിത്വ തത്വങ്ങൾ ഹോസ്പിറ്റലുകളിലെ ശുചിത്വ തത്വങ്ങൾ പാലിക്കുകയും ചെയ്തത് അശോകന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ അല്ലേ? റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ദി ബുദ്ധാസ്. റീജിയണൽ ഹോസ്പിറ്റൽസുകളില് എന്താണ്? പ്രാദേശിക ഹോസ്പിറ്റലുകൾ. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രാദേശിക ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചത്? ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? ദുർബലരായവർക്ക്, ബലഹീനരായ ആളുകൾക്ക്, അതല്ലെങ്കിൽ അനാഥരായവർക്ക് വേണ്ടി അവർക്ക് ട്രീറ്റ്മെന്റുകൾ, ചികിത്സകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാദേശിക ഹോസ്പിറ്റൽ ആര് സ്ഥാപിച്ചു? ബുദ്ധൻ സ്ഥാപിച്ചു. ഓക്കെ അല്ലേ? ബുദ്ധ. ഓക്കെ. എന്താണ്? അനാഥരായവർക്കും ബലഹീനരായവർക്കും ട്രീറ്റ്മെന്റുകള്, ചികിത്സകള് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധൻ പ്രാദേശിക ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു. നെക്സ്റ്റ്, അക്ബർസ് പീരീഡ്, യുനാനി മെഡിസിൻ. അക്ബറിന്റെ പീരീഡില് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നടന്നിരുന്നത്? യുനാനി മെഡിസിൻ. യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയമായ മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ട്, ഏകോപിപ്പിച്ചുകൊണ്ട് പ്രകൃതിദത്തമായ രോഗശാന്തി നൽകുന്ന മാർഗമാണ് യുനാനി. എന്തൊക്കെ മാർഗങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മിസ് പറയുന്നതാണ്. അക്ബർ പീരീഡിലെ ഏത് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലുകളിൽ നിലവിലിരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? യുനാനി മെഡിസിൻ. അത് മാത്രം പഠിക്കാനുള്ളൂ.
യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ രോഗബാധിതരായ ഒരാളുടെ എന്താണ് ശാരീരികവും മാനസികവും പിന്നെന്താണ് ആത്മീയവുമായ മേഖലകളെ ഏകോപിപ്പിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് പ്രകൃതിദത്തപരമായ രോഗശാന്തി കൊടുക്കുന്ന മാർഗമാണ് യുനാനി. പ്രകൃതിദത്തമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന മാർഗമാണ് യുനാനി. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകളില് എന്ത് മെഡിസിൻ, അലോപ്പതിയിൽ എന്ത് മെഡിസിൻ ആണ് നമുക്ക് ലഭിക്കുന്നത്? ഇംഗ്ലീഷ് മരുന്നുകളാണ് അല്ലേ. ആയുർവേദത്തിലെ എന്ത് മെഡിസിൻസ് ആണ്? ആയുർവേദത്തില് നമുക്ക് എന്ത് മെഡിസിൻസ് ആണ് ലഭിക്കുന്നത്? പച്ചില ഹെർബുകൾ അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള ഹെർബുകള് വെച്ച് ഞാനിട്ടുള്ള മെഡിസിൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ യുനാനി ട്രീറ്റ്മെന്റുകളിൽ എന്താണ്? പ്രകൃതിദത്തമായ ഒരു രോഗശാന്തിയാണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഹോസ്പിറ്റൽ എവല്യൂഷൻ എന്താണ്? ഇൻഡിപെൻഡൻസിന് മുമ്പ്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലുകളെ പരിണാമങ്ങളെ എന്തൊക്കെയായിരുന്നു? എന്താണ് അവിടെയുള്ള ഏർലി ഭരണാധികാരികൾ, പുരാതന ഭരണാധികാരികൾ വിചാരിച്ചിരുന്നത് രോഗബാധിതരായവർക്ക് ട്രീറ്റ്മെന്റുകൾ, ചികിത്സ കൊടുക്കുന്നത് എന്താണ്? താൽക്കാലികവും ആത്മീയവുമായിട്ടാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. നെക്സ്റ്റ് എന്താണ്? അട്രയ എന്താണ്? നമ്മുടെ തക്ഷശിലയില്, തക്ഷശില യൂണിവേഴ്സിറ്റിയില് ജീവിച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിസിഷ്യനും ടീച്ചറുമായിരുന്നു അട്രയ. അട്രയയും സുശ്രുതയും ചരകയും കൂടി ചേർന്നിട്ടാണ് ആയുർവേദം സ്ഥാപിച്ചത്. പിന്നെ ആരാണ്? സുശ്രുത. സുശ്രുത എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ഫാദർ ഓഫ് സർജറി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് രീതിയിലുള്ള, മികച്ച രീതിയിലുള്ള ഓപ്പറേഷൻസും പിന്നെ ഓപ്പറേഷൻസിനുള്ള ടെക്നിക്സുകളും രീതികളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രചിച്ച ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. ഇതിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ശസ്ത്രക്രിയകളെ കുറിച്ചുള്ള അറിവുകളാണ് ഈ പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ചരക എന്താണ്? ആയുർവേദത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിയ ഒരാളാണ് ചരക. അദ്ദേഹം എങ്ങനെയുള്ള എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻസും പിന്നെ എന്താണ്? ലൈഫ് സ്റ്റൈല്, ജീവിത രീതികളെ കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. ഇതിൽ എന്തിനെ? ഇന്ത്യൻ മെഡിസിനെ കുറിച്ച് പിന്നെന്താണ്? ആയുർവേദത്തെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ബുദ്ധൻ ആൻഡ് അശോക. ബുദ്ധൻ എന്താണ്? സാനിറ്റേഷൻ പ്രിൻസിപ്പിൾസ് എന്താണ്? ശുചിത്വ തത്വങ്ങളും സി സെക്ഷൻ ഓപ്പറേഷൻസ് ഒക്കെ കൊണ്ടുവന്നത്, നടത്തിയത് ആരാണ്? ബുദ്ധൻ അശോകയുടെ കാലഘട്ടത്തിലാണ്. പിന്നെ ബലഹീനരായവർക്കും പിന്നെ അനാഥരായവർക്കും ട്രീറ്റ്മെന്റുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രാദേശിക ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ആരാണ്? ബുദ്ധനാണ്. നെക്സ്റ്റ് അക്ബറിന്റെ പീരീഡിലാണ് യുനാനി മെഡിസിൻ കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? ഇത്രയൊക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് 17th സെഞ്ചുറിയിൽ എങ്ങനെയായിരുന്നു? മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷനറീസ് ഇൻ സൗത്ത് ഇന്ത്യ. ഇതാണ് സൗത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷനറിമാരുടെ സിനാറിയോ എന്ന് പറഞ്ഞ പരിണാമം. സിനാറിയോ അല്ലേ? സ്വാധീനം എന്നറിയില്ലേ? സാഹചര്യങ്ങൾ മോഡേൺ സിസ്റ്റം ഒന്നുകൂടെ പറയണം. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് മുതലാണോ ലിജി ഉദ്ദേശിക്കുന്നത്? ലിജി ഇപ്പൊ പറഞ്ഞതോ? ഓക്കെ പറയാം.
17th സെഞ്ചുറിയിൽ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ഹിസ്റ്ററിയിൽ സംഭവിച്ചതെന്ന് നോക്കാം. മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ ഇന്ത്യ. എന്താണ്? സൗത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറീസുമാരുടെ വരവോട് കൂടിയാണ് നമ്മുടെ ഇന്ത്യയിലെ ആധുനിക ചികിത്സാ രീതികൾ വന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ചികിത്സാ രീതികൾ വന്നത് ആര്യ വരവോട് കൂടിയാണ്? സൗത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറീസുമാരുടെ വരവോട് കൂടിയാണ് ആധുനിക ചികിത്സാ രീതികൾ വന്നത്. നെക്സ്റ്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയാലോ, ബ്രിട്ടീഷുകാരല്ലേ നമ്മുടെ കേരളത്തിൽ വന്നപ്പോ വാണിജ്യങ്ങൾക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ച കമ്പനിയാണല്ലേ, സുഗന്ധദ്രവ്യങ്ങളല്ലേ വാണിജ്യം ചെയ്യുന്നതിനായിട്ട് ഉണ്ടാക്കിയ കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമ്മ ഹിസ്റ്ററിയിലൊക്കെ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ട്ടോ, ഓർമ്മയുണ്ട് എന്തെങ്കിലൊക്കെ? ഓക്കെ. East India Company established the first hospital in 1664 in Chennai for its soldiers and in Asanoriyo Barnera. Soldiers and in 1668 for civilians. എന്താണ്? 1600 ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 ചെന്നൈയില് എന്താണ് സോൾജേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ സൈനികർക്ക് വേണ്ടിയിട്ട് ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. പിന്നെ അവിടെയുള്ള സിവിലിയൻസിന് ആർക്കാണ്? സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട് 1668 ഒരു ഹോസ്പിറ്റൽ നിർമ്മിച്ചു. ക്ലിയർ ആയോ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 ചെന്നൈയില് സൈനികർക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലും 1668 സാധാരണ ജനങ്ങൾക്കും ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ഓക്കെ അല്ലേ? കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th ആൻഡ് ഏർലി 19th സെഞ്ചുറി. എന്താണ്? സ്ഥിരം എന്താണ്? 18th ആൻഡ് 19th സെഞ്ചുറിയിൽ എന്താണ് ഈ ഹോസ്പിറ്റലുകളില് അവരുടെ സിസ്റ്റത്തില് എന്താണ് കുറച്ചുകൂടി വളർച്ചയുണ്ടായി, ഗ്രോത്ത് ഉണ്ടായിരുന്നു. എന്താണ്? അപ്പൊ നമ്മ പറഞ്ഞു ഫസ്റ്റ് പീരീഡിലെ ആൻഷ്യന്റ് ഇന്ത്യയില് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളായിരുന്നു? റിലീജിയസ് വെച്ച് ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലെ, മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു അല്ലെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോ എന്ത് വന്നു? അശോകന്റെ കാലഘട്ടത്തിൽ എന്ത് പറ്റി? സി സെക്ഷൻ ഓപ്പറേഷൻസ്, പിന്നെ സാനിറ്റേഷൻ അല്ലെ പ്രിൻസിപ്പൾസ് ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ എന്താണ്? പരിണാമങ്ങൾ സംഭവിക്കുകയാണല്ലേ സംഭവിക്കുന്നത്. ആണോ? ആണ്. പിന്നെ നമ്മുടെ ശുശ്രുത എന്തോ കണ്ടുപിടിച്ചു? ഓപ്പറേഷൻസ് അല്ലെ, അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്പറേഷൻ രീതികൾ കണ്ടുപിടിച്ചു. പിന്നെ ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 18th ആൻഡ് 19th സെഞ്ചുറിയിൽ എന്താണ് ഹോസ്പിറ്റലുകളില് ഗ്രോത്ത്, വളർച്ച സംഭവിച്ചു. അതെന്തായിരിക്കും? ടെക്നിക്സുകളൊക്കെ ആയിരിക്കും അല്ലെ, ചികിത്സാ രീതികളൊക്കെ ആയിരിക്കും, ട്രീറ്റ്മെന്റ് രീതികളിലൊക്കെ എന്ത് പറ്റു? ഗ്രോത്ത് സംഭവിച്ചു. നെക്സ്റ്റ്, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കത്ത ഇൻ 1835. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എവിടെയാണ് വന്നത്? കൽക്കട്ടയില് 1835 വന്നത്. Next, Mumbai in 1845 and Chennai in 1850. മുംബൈയില് 1845 ചെന്നൈയില് 1850 ഹോസ്പിറ്റൽ വന്നു. ഓക്കെ അല്ലേ? In 1885 1250 hospitals and ഡിസ്പെൻസറീസ്. എന്താണ്? 1885 എത്ര ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു? 17th സെഞ്ചുറിയില് 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറികളും ഉണ്ടായി. ഡേറ്റ് നിങ്ങൾ അത്ര കാര്യമായിട്ട് ഓർക്കണ്ട. ഹോസ്പിറ്റലുകൾ എവിടെയൊക്കെയാണ് വന്നതെന്നൊന്ന് നോട്ട് ചെയ്തോളൂ ട്ടാ. പിന്നെ 1885 എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടായി? ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ് എന്താണ്? ഔഷധശാലകൾ അല്ലെ.
1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും ഉണ്ടായിരുന്നു. ഓൺലി റീച്ചിങ് 10% ഓഫ് പോപ്പുലേഷൻ. പക്ഷെ എത്ര ശതമാനം ആളുകളാണ് അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിരുന്നത്? 10% പോപ്പുലേഷൻ മാത്രമാണ് അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടി വന്നിരുന്നത്. ഓക്കെ അല്ലേ? എന്താണ് 17th സെഞ്ചുറിയിൽ എന്താ പറ്റിയ? ക്രിസ്ത്യൻ മിഷണറീസിന് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ക്രിസ്ത്യൻ മിഷണറീസുമാരുടെ വരവോടുകൂടി എന്താണ് ആധുനിക രീതിയിലുള്ള ചികിത്സാ രീതികള് ഇന്ത്യയിൽ നിലവിൽ വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 ചെന്നൈയിലെ അവിടുത്തെ സൈനികർക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലുകളും സാധാരണ പൗരന്മാർക്ക് വേണ്ടിയിട്ട് 1668 ഹോസ്പിറ്റലും സ്ഥാപിച്ചു. 19th and 18th സെഞ്ചുറീസിൽ എന്ത് പറ്റി? ഹോസ്പിറ്റലുകളിലെ ഗ്രോത്ത് സംഭവിച്ചു, വർധനവ്, വളർച്ച സംഭവിച്ചു. പിന്നെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കത്തയിലെ 1835 സ്ഥാപിച്ചു. പിന്നെ മുംബൈയിലെ 1845 ചെന്നൈയിലെ 1850 ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. പിന്നെ എന്താണ് 1885 ആയപ്പോഴേക്കും ഹോസ്പിറ്റലുകളുടെ എണ്ണത്തില് നമ്പേഴ്സില് വർധനവ് സംഭവിച്ചു. അത് 1885 ആയപ്പോഴേക്കും 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും വന്നു. പക്ഷെ അവിടെ 10% പോപ്പുലേഷൻസ് മാത്രമാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ചികിത്സക്ക് വേണ്ടി വന്നിരുന്നത്. ഓക്കെ അല്ലേ? ഹോസ്പിറ്റൽ ഇവല്യൂഷൻസ്. എന്താണ് ഹോസ്പിറ്റലുകളുടെ പരിണാമം? ഇന്ത്യൻ സിനറിയോ പ്രീ ഇൻഡിപെൻഡൻസ്. എന്താണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ സാഹചര്യങ്ങള്, ഹോസ്പിറ്റലുകളുടെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? ക്ലിയർ ആയോ? സാഹചര്യ ഘട്ടങ്ങൾ അതെന്താണ്? പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കെയർ ടു ദി സിക്ക് വാസ് കൺസിഡേർഡ് ആസ് പ്രൊവിഷൻ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. എന്താണ് ഏർലി റൂളേഴ്സ്, ആദ്യകാല ഭരണാധികാരികള് വിചാരിച്ചിരുന്നത് എന്താണ്? രോഗബാധിതരായവർക്ക് ചികിത്സ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്തെന്ന് വിചാരിച്ച് താൽക്കാലികവും പിന്നെന്താണ് ആത്മീയവുമായിട്ടാണെന്നാണ് അവര് വിചാരിച്ചിരുന്നത്. പിന്നെന്താണ് അത്രയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തക്ഷശില യൂണിവേഴ്സിറ്റിയിലെ ജീവിച്ചിരുന്ന ആദ്യത്തെ ഫിസിഷ്യൻ അല്ലെ, ഡോക്ടറും പിന്നെന്താണ് ടീച്ചറുമായിരുന്നു അത്രയ. അത്രയും സുശ്രുതയും ചരകനും കൂടി ചേർന്നിട്ടാണ് ആയുർവേദം സ്ഥാപിച്ചത്. നെക്സ്റ്റ് സുശ്രുത. എന്താണ്? ഫാദർ ഓഫ് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശുശ്രുതയാണ്. അദ്ദേഹം രചിച്ച പ്രബന്ധമാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു പ്രബന്ധമാണ് ശുശ്രുത സംഹിത. ഇതിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പറേഷൻസിനും അതുകൊണ്ട് ടെക്നിക്സുകൾക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ചരക. ചരക ആരാണ്? ആയുർവേദത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരാളാണ് ചരക. അദ്ദേഹത്തിന്റെ സിസ്റ്റം ഓഫ് മെഡിസിൻ, പിന്നെന്താണ് ജീവിത രീതികൾ അല്ലെ, ലൈഫ് സ്റ്റൈലുകളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. പിന്നെ നെക്സ്റ്റ് ബുദ്ധൻ, അശോകൻ. അശോകയുടെ കാലഘട്ടത്തിലാണ് ശുചിത്വ തത്വങ്ങൾ അല്ലെ, ഇപ്പൊ എന്താണ് ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ ശുചിത്വ തത്വങ്ങൾ, അതല്ലെങ്കിൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടല്ലേ? ഉണ്ടോ? ശുചിത്വം പാലിച്ചില്ലെങ്കിൽ എല്ലാവരും വൃത്തികേടായി, നമ്മുടെ വീടും പരിസരവും അതെല്ലാം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ശുചിത്വമില്ലാണ്ടാണ് കിടക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻ വരും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വന്നപ്പോ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു? ശുചിത്വ തത്വങ്ങളും സിസേറിയൻ ഓപ്പറേഷൻസും നടപ്പിലാക്കി. പിന്നെന്താണ്? നിരാലംബരായവർക്കും ബലഹീനരായവർക്കും അനാഥർക്കും വേണ്ടി പ്രാദേശിക ഹോസ്പിറ്റൽ സ്ഥാപിച്ചതാരാണ്?
ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ യുനാനി മെഡിസിൻ കൊണ്ടുവന്നത് ആരാണ്? അക്ബറിന്റെ പീരീഡില്. മുഗൾ ചക്രവർത്തി ഇല്ലേ, കേട്ടിട്ടില്ലേ മുഗൾ ചക്രവർത്തിമാര്? അക്ബർ, ഔറംഗസീബ്, അറേബ്യൻ അല്ലേ. അപ്പൊ അക്ബറിന്റെ കാലഘട്ടത്തിലാണ് യുനാനി മെഡിസിൻ കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ ലിജി? ഇന്ത്യൻ സിനേറിയോ ഒന്നുകൂടെ പറയാൻ പറഞ്ഞിരുന്നു. ഓക്കെ ആണോ? നിങ്ങൾ അതിലുള്ള പേരുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ആരാണ്? ഫാദർ ഓഫ് സുശ്രുത സംഹിത. സുശ്രുത സംഹിതയാണ് ട്ടാ. ഇതില് വ്യത്യാസം ഉണ്ട് അല്ലെ. സുശ്രുത സംഹിതയാണ് ട്ടാ. ഓക്കെ, സുശ്രുത സംഹിതയാണ്. ദായിണ്ട്. ഓക്കെ, അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. ഇപ്പൊ എന്താണ് നമ്മ പറഞ്ഞില്ലേ, അശോകയുടെ കാലഘട്ടത്തിലാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീനിലെ ശുചിത്വ തത്വങ്ങളും സിസേറിയൻ സി സെക്ഷൻ ഓപ്പറേഷൻസും കൊണ്ടുവന്നത്. അതേപോലെ അക്ബറിന്റെ പീരീഡിലാണ് യുനാനി മെഡിസിൻ, യുനാനി ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നത്. യുനാനി ട്രീറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? പ്രകൃതിദത്തമായ ചികിത്സാ രീതികൾ കൊടുക്കുന്നതാണ് യുനാനി ട്രീറ്റ്മെന്റ്. Next, emergence of hospitals in independent India. Okay, independent India ഹോസ്പിറ്റലിന്റെ ഇത് നോക്കിയേ. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ എന്താണ്? ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ എന്താണ്? 1:4,000. നെക്സ്റ്റ് എന്താണ്? ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ എന്താണ്? ഒരു ഡോക്ടർക്ക് 6300 പേഷ്യൻസ്. നഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്താണ്? 1:40,000. ഒരു നഴ്സിന് എത്രയാണ്? 40,000 പേഷ്യൻസ്. ഡിസ്പാരിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ. അർബൻ ഏരിയയിലും റൂറൽ ഏരിയസിലും ഹോസ്പിറ്റലുകളില് റേഷ്യോ മീൻസ് വ്യത്യാസം. ഇപ്പൊ നമ്മ പറയില്ലേ ഒരാൾക്ക് ഇത്ര എന്ന് പറഞ്ഞ് പറയില്ലേ റേഷ്യോ, മാത്സിൽ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ എന്താണ്? ഒരു ഡോക്ടർക്ക് 6300 പേഷ്യൻസ് വരെ എന്ന് പറയില്ലേ? ഡിസ്പാരിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ എന്താണ്? നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഹോസ്പിറ്റലുകൾ ഒരേപോലെയാവോ? പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് ഒരേപോലെ ആയിരിക്കോ? ഇല്ല. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സൗകര്യങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിലുള്ള വ്യത്യാസം. അറ്റ് ഇൻഡിപെൻഡൻസ് 11,000 hospitals bed, 7,400 hospitals. എത്രയാണ്? 11,000 ഹോസ്പിറ്റൽസ് ബെഡ് ഉണ്ടായിരുന്നു, 7,400 ഹോസ്പിറ്റൽസും. സിൻസ് പാസ്റ്റ് 50 years എന്താണ്? 50 വർഷം കഴിഞ്ഞപ്പോഴെന്ത് പറ്റി? ഇന്നത്തെ ഹോസ്പിറ്റലുകൾ നിലവിൽ വന്നു. ഓക്കെ അല്ലേ? ഇപ്പൊ ഒരു ഡോക്ടർക്ക് 6,300 പേഷ്യന്റ് എന്ന രീതിയിലാണോ നമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോ കാണുന്നത്? ആണോ? അല്ല അല്ലേ? ആ റേഷ്യോയിൽ എന്ത് പറ്റി? വ്യത്യാസങ്ങൾ വന്നു അല്ലേ? ഓക്കെ, ചാപ്റ്റർ ക്ലിയർ ആയോ മിസ് എടുത്തത്? റേഷ്യോ വേണ്ട. ഇയേഴ്സ് നിങ്ങൾക്ക് ജസ്റ്റ് 17th സെഞ്ചുറിയിൽ മാത്രമുള്ളത് നോക്കി വെക്കാട്ടാ. ബാക്കിയൊന്നും വേണ്ട. AD PC ഒന്നും വേണ്ട. 17th സെഞ്ചുറിയിൽ ഓരോ ഹോസ്പിറ്റലിൽ പണിതിട്ടില്ലേ, ആ ഇയേഴ്സ് ഒന്ന് നോക്കി വെക്കാം. 17th സെഞ്ചുറിയിലുള്ളത് മാത്രം.
പ്രീ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് 17th സെഞ്ചുറിയിൽ പറയുമ്പോ പറഞ്ഞിട്ടില്ലേ, ഏതാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ എവിടെയാണ് പണിതത്, ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്, ഏത് വർഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കി വെക്കാട്ടാ. ക്ലിയർ ആയോ ഈ ചാപ്റ്റർ മിസ് എടുത്തത്? അഞ്ചു പ്രശ്നമൊന്നുമില്ലല്ലോ ഫോളോ ചെയ്യാൻ. റിനൈസൻസ് മീൻസ് നവോത്ഥാനം. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ ഓക്കെ ആണോ മിസ് പറയുന്നത്? ഓക്കെ, അപ്പൊ മിസ്സിന്റെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ, ഓക്കെ. നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അപ്പൊ ലൈവ് ക്ലാസ് മിസ് ആവുകയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി. അഞ്ചു നമ്മുടെ ഗ്രൂപ്പിലെ ഒരുപാട് ക്ലാസ് എന്താ ഗ്യാപ്പ് ആയവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അവർക്ക് അത് എക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവരെയും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ മിസ് ക്ലാസ് എടുക്കുന്നത് കേട്ടാ. നമ്മുടെ 7th ചാപ്റ്റർ ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടോ ഹോസ്പിറ്റലില്? കേട്ടിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നത്? എന്ത് ട്രീറ്റ്മെന്റ് ആണ് ലഭിക്കുന്നത്? എമർജൻസി കെയർ അല്ലെ. എന്താണ് എമർജൻസി ആയിട്ടല്ലേ, പെട്ടെന്ന് അടിയന്തിരമായിട്ട് ട്രീറ്റ്മെന്റുകൾ ആവശ്യമായ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് പറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് വേണ്ട ആളുകളെ പ്രവേശിപ്പിക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു ഏരിയയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന വേറൊരു പേരാണ് കാഷ്വാലിറ്റി. മിസ് എടുക്കാം. ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. Introduction to the Accident and Emergency Department A&E Department assesses and treats people with major trauma, serious injuries and illness and those in need of emergency treatment. എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായ ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ്? മേജർ ട്രോമ, വലിയ ആഘാതങ്ങൾ സംഭവിക്കുക, സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ്, സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായ പരിക്കുകളോ അസുഖങ്ങളോ വന്ന ആളുകളെ വിലയിരുത്താനും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനുമുള്ള ഏരിയയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഈസ് ഓപ്പൺ 24 hours a day. ഇതെന്താണ്? ഒരു ദിവസത്തില് 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കും, തുറന്നിരിക്കും. എന്താണ് ഒരാൾക്ക് എപ്പോഴാണ് ചികിത്സ വേണ്ടെന്ന് പറയാൻ പറ്റൂല അല്ലെ? രാത്രിയാണോ പകലാണോ എന്നൊന്നും പറയാൻ പറ്റൂല അല്ലെ? ആണോ? ആണ്. അപ്പൊ 24 മണിക്കൂറും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം നമുക്ക് ലഭ്യമായിരിക്കും. ഇൻ എമർജൻസി പേഷ്യൻസ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വരുന്ന പേഷ്യൻസ് ആരൊക്കെയാണ്? വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. എന്താണ് ബോധം നഷ്ടപ്പെടുന്നവർ. ഇപ്പൊ ചിലപ്പോ എന്താണ് ആക്സിഡന്റ് പറ്റി തലയിടിച്ചിട്ടില്ലേ, അവർക്ക് എന്താണ് ചിലപ്പോ അവർക്ക് ബോധം നഷ്ടപ്പെടാം അല്ലെ? ആണോ? ചിലപ്പോ വെറുതെ ഇരിക്കുന്ന ആളുകൾ എന്താണ് തലകറങ്ങി വീണ് അവർക്ക് ബോധം നഷ്ടപ്പെടാം അല്ലെ?
അങ്ങനെയുള്ള ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, എന്താണ് ബോധം നഷ്ടപ്പെടുന്ന ആളുകള്, കൺഫ്യൂഷൻസ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന ആളുകള്. ഇപ്പൊ ചിലപ്പോ എന്താണ് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി തലയെങ്ങാനും ചെന്നടിച്ചാൽ അവർക്ക് ചിലപ്പോ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അവരാരാണ്, എവിടെ നിന്നാണ് വരുന്നത് അല്ലെ, ബ്രെയിൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാല്. പിന്നെന്താണ് സോഡിയം ഒക്കെ കുറയുന്ന ആളുകൾക്ക് ഉണ്ടോ, കൺഫ്യൂഷൻസ് വരാറുണ്ടോ? അവരെന്താണ് ഒരു ഓർമ്മയും വെളിവില്ലാത്ത പോലെ സംസാരിക്കില്ലേ, അവരാരാണ്, അവരെന്താ ചെയ്യുന്നതെന്ന് പോലെ അവർക്ക് എന്താണ് അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ വന്ന ആളുകൾക്ക്. പിന്നെന്താണ് പെർസിസ്റ്റന്റ് സെവർ ചെസ്റ്റ് ഓർ അബ്ഡോമിൻ പെയിൻ, എന്താണ് കഠിനമായ നെഞ്ചുവേദനയോ വയറുവേദനയോ വന്ന ആളുകള്. സ്ട്രോക്ക് സംഭവിക്കുന്ന ആളുകള്, പക്ഷാഘാതം സംഭവിക്കില്ലേ, എന്താണ് BP കൂടിയിട്ടോ അല്ലെ, പക്ഷെ സ്ട്രോക്ക് വരാ അല്ലെ, അങ്ങനെയുള്ള സ്ട്രോക്ക് വന്ന ആളുകള്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആർ ഓൾസോ ട്രീറ്റഡ്, എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ശ്വസിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിനൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അബ്ഡോമിനാണ് വയറുവേദന. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആർ ഓൾസോ ട്രീറ്റഡ്, ശ്വസിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിനെയൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നത്. ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റീവ് നെയിംസ്, ഇതിന് പറയുന്ന മറ്റു പേരുകളാണ് കാഷ്വാലിറ്റി, കാഷ്വാലിറ്റിന്ന് പറയും. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ED, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് എന്താണ് എമർജൻസി റൂം ER. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യൻസിന് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ചികിത്സ ആവശ്യമുള്ള പേഷ്യൻസിന് എന്താണ് മേജർ ട്രോമ, വലിയ ആഘാതങ്ങൾ സംഭവിച്ച് അതല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായ പരിക്കുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ കൊണ്ടുവന്നിരുന്ന പേഷ്യൻസിനെ വിലയിരുത്താനും അവർക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കാനും വേണ്ടിയുള്ള ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു സെക്ഷനാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇതെന്താണ് ഹോസ്പിറ്റലില് 24 മണിക്കൂറും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം ലഭ്യമായിരിക്കും. ഇവിടെ വരുന്ന പേഷ്യൻസ് ആരൊക്കെയാണ്? ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ബോധം നഷ്ടപ്പെടുന്നവര്, ആശയക്കുഴപ്പമുള്ളവര്, പിന്നെ എന്താണ് കഠിനമായ നെഞ്ചുവേദനയോ വയറുവേദനയോ ഉള്ളവര്, അതല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്ന ആളുകൾ, അതല്ലെങ്കിൽ എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ്, എന്താണ് ശ്വസിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിനൊക്കെയാണ് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരുകളാണ് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ? Okay. Next, location of emergency department. Accident and emergency hospital, accident and emergency department location സ്ഥാനം എവിടെയായിരിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഇല്ല, കണ്ടിട്ടില്ല. കാഷ്വാലിറ്റി കണ്ടിട്ടില്ല. അശ്വതി ഉണ്ട്. എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ? മുകളിലത്തെ നിലയിലൊക്കെ ആയിരിക്കോ? 4th ഫ്ലോറിലോ 5th ഫ്ലോറിലൊക്കെ വെക്കോ? വെക്കോ? ഇല്ല. എന്തുകൊണ്ടാണ്? പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ തന്നെ ഹോസ്പിറ്റലിലെ എൻട്രൻസിലേക്ക് കൊണ്ടുവരുമ്പോ തന്നെ അവർക്ക് എന്ത് വേണം? പെട്ടെന്ന് അവരെ കാച്ചിങ് ആണ്, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ട് അതെവിടെയായിരിക്കും? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. അപ്പൊ നോക്കിയേ, ലൊക്കേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ, എന്താണ് താഴത്തെ നിലയിലായിരിക്കും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് away from മെയിൻ എൻട്രൻസ്, എന്താണ് മെയിൻ എൻട്രൻസിൽ നിന്ന് മാറി ഒരു സെപ്പറേറ്റ് എൻട്രൻസോ അല്ലെങ്കിൽ എമർജൻസി എൻട്രൻസോ ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ റിസപ്ഷന്റെ അവിടെ പോയി ഇങ്ങോട്ട് എൻട്രൻസ് ചെയ്യാണ് ചെയ്യുന്നത്. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞ വേറൊരു സെക്ഷൻ ഉണ്ടാവും അല്ലെ?
സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. ഇപ്പൊ എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എങ്ങനെയായിരിക്കും? ആംബുലൻസിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആംബുലൻസ് പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വെൽ മാർക്ക്ഡ് പ്രോപ്പർ ലൈറ്റനിങ് ആൻഡ് സൈൻസ്. എന്തിനു വേണ്ടിയിട്ടാ വെൽ മാർക്ക്ഡ്? നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് അല്ലെ, കാണാൻ വേണ്ടിയിട്ട് ആണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ത് കളറിലാണ് എഴുതി വെക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? റെഡ് കളറിലായിരിക്കും. എന്താണ് റെഡ് കളറിൽ എഴുതി കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ ആളുകളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ലേ, അവർക്ക് പെട്ടെന്ന് അത് കാണാൻ വിസിബിൾ ആവാൻ സാധിക്കും. ഓക്കെ അല്ലേ? എന്താണ് വെൽ മാർക്ക്ഡ്, നല്ല രീതിയിൽ അടയാളപ്പെടുത്തി പ്രോപ്പർ ലൈറ്റിംഗ് സിസ്റ്റം, ലൈറ്റിങ്ങും സൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നത് ഇന്ന സ്ഥലത്താണെന്ന് കാണിക്കുന്നതിനുള്ള സൈൻ ബോർഡുകളൊക്കെ ഉണ്ടായിരിക്കും. ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം ദി സ്ട്രീറ്റ്. എന്താണ് തെരുവിൽ നിന്ന് നമ്മെ ഹോസ്പിറ്റലിലേക്ക് പുറത്തു നിന്ന് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ ഈസിലി വിസിബിൾ ആയിട്ട് ഈസിലി പെട്ടെന്ന് കാണുന്ന രീതിയിലും ആക്സസിബിൾ ആയ രീതിയിലുമായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ്, റേഡിയോളജി ലബോറട്ടറി. എന്താണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ക്ലോസ് ആയിട്ട് അടുത്ത് തന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് നമ്മുടെ ഫയലൊക്കെ ഓപ്പൺ ചെയ്യില്ലേ ആ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എലിവേറ്റേഴ്സ്, ലിഫ്റ്റ്, പിന്നെ റേഡിയോളജി. റേഡിയോളജി എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയോളജി സെക്ഷൻ സ്കാനിങ്ങുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന ഇപ്പൊ എന്താണ് ചിലപ്പോ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്ന പേഷ്യൻസിന് എന്താണ് സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലെ പെട്ടെന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും അടുത്ത് തന്നെ. പിന്നെ എന്താണ് ലബോറട്ടറി, ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറി ഒക്കെ ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റിനോട് ക്ലോസ് ആയിട്ട് റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം. എന്താണ് നിർണായക സമയം അല്ലെ. ഒരു എമർജൻസി സിറ്റുവേഷനില് കൊണ്ടുവന്ന പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക എന്നുള്ളതാണ് അല്ലെ അവിടെയുള്ള ആളുകളുടെ കർത്തവ്യം ആണോ, കടമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോ അവരെന്ത് പറ്റാം, അവരെ ജീവൻ തന്നെ നഷ്ടപ്പെടാം അല്ലെ. ടൈമിൽ ആകെ ഇത് കഴിഞ്ഞാല് കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് അവരെ ജീവൻ നഷ്ടപ്പെടാം. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ടൈം, നിർണായക സമയം കുറയ്ക്കുന്നതിന്, പ്രവർത്തന ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി, ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് ക്ലോസ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേറ്റഡ് ഓൺ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ, സ്ഥാനം എവിടെയാണ്? ഫസ്റ്റ് എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പിന്നെ എന്താണ് മെയിൻ എൻട്രൻസിന് സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ചിട്ടുള്ള ഒരു എൻട്രൻസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉണ്ടായിരിക്കും. പിന്നെന്താണ് രോഗികളെ കൊണ്ടുവരുന്ന ആംബുലൻസുകളെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെന്താണ് വെൽ മാർക്ക്ഡ്, നല്ല രീതിയിൽ അടയാളപ്പെടുത്തി പ്രോപ്പർ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് എന്താണ് സൈൻ ബോർഡുകളൊക്കെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ടാണെന്നുള്ള സൈൻ ബോർഡുകളൊക്കെ സൂചിപ്പിച്ചിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്താണ് പുറത്തു നിന്ന് സ്ട്രീറ്റിൽ നിന്ന് റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വിസിബിൾ ആയി കാണുന്ന രീതിയിലായിരിക്കും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്താണ് ക്രിട്ടിക്കൽ ടൈം, നിർണായക സമയവും ഓപ്പറേഷൻ കോസ്റ്റും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിനോട് അടുത്ത് തന്നെയായിരിക്കും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ്, റേഡിയോളജി, ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആയോ ഇത്രയും? ഓക്കെ.
നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാട്ടോ. അപ്പൊ ഇത് പ്രിന്റ് എടുത്തിട്ടുണ്ടാകില്ലല്ലോ ആരും? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇല്ല മാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിന്റ് എടുക്കുന്നവര് പ്രിന്റ് എടുക്കാട്ടോ. നമുക്ക് അതിൽ തന്നെ നോട്ട് ചെയ്ത് പോകാം എന്തെങ്കിലും വേണമെങ്കിൽ. ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.